വിശേഷങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 7:30 ആയപ്പോഴത്തേക്കും അപ്പോൾ ഒരു അടിപൊളി സൺറൈസ് കണ്ടു. ഈ കാണുന്നതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. ഞങ്ങളിവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. ഈ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത് ഞങ്ങളുടെ ഇവിടുത്തെ മലയാളി അസോസിയേഷനാണ്. അപ്പോൾ ഒരു 40 ഫാമിലീസ് അറൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബസ്സിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ ബസ്സിനകത്ത് കയറി. എനിക്കത് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ധൃതിയിലായിരുന്നു. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനുള്ള ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇതാണ് ബസ് സ്റ്റോപ്പ്. അതിവിടുത്തെ പബ്ലിക് ബസ്സാണ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ് നമ്മളല്ലാതെ ബുക്ക് ചെയ്തതാണ്. അപ്പം ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കുഞ്ഞിനുള്ള ഫുഡൊക്കെ കൊടുത്ത് അവളെ സെറ്റിലാക്കാൻ നോക്കി. ഞാനും ചേട്ടനും കുഞ്ഞും അച്ഛനും അമ്മയും ഞങ്ങൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നത്. ബസ് കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടുത്തെ റോഡൊക്കെ നല്ലതായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവളും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമാണ് യാത്രയൊക്കെ ചെയ്യാൻ. അപ്പോൾ ബസ് എടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ വന്നിട്ട് 2 വർഷമായെങ്കിലും ഇതുവരെ ഡേർഡിൽ ഡോർ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം നടക്കാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്ന്. അങ്ങനെ ബസ് എടുത്തു. നമ്മുടെ യാത്ര തുടങ്ങായി. ഞങ്ങൾ വെയിൽസിലാണ് താമസിക്കുന്നത്, സൗത്ത് വെയിൽസിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പ്രത്യേകിച്ച് ബസ്സിലായതുകൊണ്ട് കുറച്ചും കൂടെ മുകളിലിരുന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കാണുന്ന താഴ്വാരങ്ങൾക്കും മലകൾക്കൊക്കെ വേറൊരു ഭംഗിയായിരുന്നു ശരിക്കും. ഇത് ഫോണിൽ അത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ ഓരോ സീസണിലും ഇവിടുത്തെ സ്ഥലങ്ങൾക്ക് വേറെ വേറെ ഭംഗിയാണ്. സമ്മറിൽ വേറൊരു ഭംഗി, ഓട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പച്ചപ്പൊക്കെ മാറി ഒരു ഓറഞ്ച് ലൈറ്റ് റെഡ് ഷെയ്ഡൊക്കെ വരും. അന്നേരമൊക്കെ വേറെ ഭംഗിയാണ്. പിന്നെ വിൻ്ററിൽ ഫുള്ള് ഒന്നും പച്ചപ്പോ അല്ലെങ്കിൽ വേറെ ഒരു കളറോ കാണാൻ പറ്റില്ല. ഫുള്ള് ഡാർക്കായിരിക്കും, എല്ലാം കരിഞ്ഞുണങ്ങി. പക്ഷെ അതിനും വേറൊരു ഭംഗിയാണ്. ഈ ഫോണിൽ എത്രത്തോളം നന്നായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത്. ഞാൻ ഒരുപാട് പേരുടെ വ്ലോഗ്സ് നാട്ടിലിരുന്ന് ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്ക് ആ സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല, പക്ഷേ ഇതുപോലുള്ള വ്ലോഗ്സിൽ കൂടെ അല്ലെ മറ്റുള്ളവർ കാണിക്കുന്ന വീഡിയോയിൽ കൂടെ ആ സ്ഥലങ്ങളൊക്കെ കണ്ടിരിക്കാമല്ലോ. അങ്ങനെ എടുത്തു. പിന്നെ ഗ്ലാസ്സിലോട്ട് ഗ്ലെയർ അടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ അത്ര ചിലത് ക്ലിയർ അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട്. ഡോർച്ചെസ്റ്റർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ് ഈ ഡേർഡിൽ ഡോർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം കാണാൻ പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ ബസ്സിന് വന്നതുകൊണ്ട് തന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് മെയിൻ പാർക്കിങ്ങിൽ നിന്ന് കുറച്ചും കൂടി പുറകോട്ടാണ് വന്നത്. അപ്പോൾ അവിടെ വലിയ വണ്ടിയൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് മെയിൻ പാർക്കിങ്ങിലോട്ട് കുറച്ചും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ കുഞ്ഞു കുറച്ച് വഴക്കുണ്ടാക്കിയോണ്ട് ചേട്ടൻ അവളെ എടുത്തുകൊണ്ട് പോയി. കങ്കാരു ബാഗിലൊന്നും അവൾ ഇരുന്നില്ല. ആ സമയം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. നമ്മളിപ്പം മെയിൻ പാർക്കിങ്ങിലോട്ടാണ് നടക്കുന്നത്.
ഈ കാണുന്നതാണ് മെയിൻ പാർക്കിങ്. ഇത് പേ ആൻഡ് പാർക്കാണ്. പാർക്ക് ചെയ്തതിന് ശേഷം പേ ചെയ്യണം അവിടെ. അതിനുള്ള ഓപ്ഷൻ ആ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ ഉണ്ട്. വലിയ ഗ്രൗണ്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ചേഞ്ചിങ് ഏരിയയും ടോയ്ലറ്റും. നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിൽ താഴോട്ട് പോകാം. പിന്നെ ഇവിടുന്ന് താഴോട്ട് അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുണ്ട്. ഒരു 4 കിലോമീറ്റർ എന്തോ ഉണ്ട് നടക്കാൻ. ഒരു 35-40 മിനിറ്റ്സ് എടുക്കും. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. പക്ഷേ ഇത്രയും നമ്മൾ സ്ട്രെയിൻ ചെയ്ത് പോയാലും അവിടുന്ന് കാണുന്ന വ്യൂ ഭയങ്കര വേർത്താണ്. ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും ഈ കളർ കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളറാണെങ്കിലും അവിടുത്തെ ആകാശം, പിന്നെ ഈ കാണുന്ന പച്ചപ്പ്, അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ നടന്നിറങ്ങി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് ഒരു അടിപൊളി കാഴ്ച കണ്ടത്. നല്ല രസമില്ലേ ആ ഒരു ബോട്ട് ഇങ്ങനെ വരുന്നത്. ഇത് സ്പീഡ് ബോട്ടിൽ ലുൽവർത്ത് കോവിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ വേറൊരു പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് നമുക്ക് ഇത്ര നടക്കണ്ട, സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ഞങ്ങൾ അതിനകത്ത് കയറാത്തതുകൊണ്ട്. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ആ ഒരു അത്രയും സറൗണ്ടിങ്ങിൽ ഈ ഒരു ബോട്ട് പോകുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ നിന്നു. അത് വേറൊരു പീക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കുറച്ചും കൂടെ നടന്നു നിന്നപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ആർച്ച് കാണാൻ പോകുന്നത്. അടിപൊളി വ്യൂ ആണ്. ഇത് വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. ശരിക്കും അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഫോണിലൊക്കെ വീഡിയോ എടുത്തിട്ട് എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആ വെള്ളമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ആ ആർച്ചിലോട്ട് പോവാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്റ്റെപ്പാണ്. കുറച്ച് താഴോട്ട് നടക്കാനുണ്ട്. ആ ഒരു മല അങ്ങനെ നിർത്തിക്കൊണ്ടാണ് ആ സ്റ്റെപ്പ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ചെറിയ സ്റ്റെപ്പാണ്, അതുകൊണ്ട് തന്നെ വീതി കൂടുതലാണ്. പക്ഷേ അതിൻ്റെ നീളം കുറവാണ്. അപ്പം നമ്മൾ ആൾക്കാർ വരുമ്പം കുറച്ച് പേര് നിന്നിട്ട് കുറച്ച് പേര് ഇറങ്ങി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു ഇറങ്ങിക്കൊണ്ടും കയറിക്കൊണ്ടൊക്കെ ഇരുന്നത്. അത് കണ്ടു. ബീച്ചിലെ തിരക്ക് നമുക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടൊരു വേറൊരു അടിപൊളി കാഴ്ചയാണ്. സൂപ്പറായിട്ടുള്ള പെബിൾസാണ്. ഫുള്ള് ഇതുപോലെ ഉരുളൻകല്ലുകളായിരുന്നു. അപ്പോൾ സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനാണ് കുറച്ചുകൂടെ നല്ലത്. അതിനകത്ത് ഇറങ്ങിയിട്ട് കാല് നല്ല വേദന എടുത്ത് സ്ലിപ്പർ ഇട്ടുകൊണ്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ആൾക്കാർ മറ്റേ സ്വിമ്മ് ചെയ്യാനുള്ളവരും പിന്നെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ഇരുന്നതിൻ്റെ മേലിലുള്ള ഒരു പാറക്കൂട്ടമാണ്. ഇത് ശരിക്കും ആ ലൈം സ്റ്റോൺ ആണിത്. നമുക്ക് നല്ല ഭംഗിയില്ലേ ആ ഒരു വ്യൂ. നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. ആ വെള്ളം ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ കൂടെ അങ്ങോട്ട് നടന്നു. പിന്നെ അതേ കാണുന്നത് ബീച്ചിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഒരു വലിയ പാറക്കെട്ടാണ്. ഇത് ഭയങ്കര വെള്ള കളറിലാണ്. നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ടെൻ്റ് അടിച്ചൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ ഷെയ്ഡൊന്നുമില്ല. ഇത് തിരിച്ച് കയറാൻ നേരത്ത് കണ്ടാണ് സീകൾ. തിരിച്ച് കയറുമ്പോൾ അവിടെ അത്യാവശ്യം ഐസ്ക്രീം, ടീ, കോഫി, പിന്നെ നമുക്ക് വേണ്ട ബീവറേജസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് കയറി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.